guys, welcome back to our channel. Amazing Amantanu. ഇന്നത്തെ നമ്മുടെ വീഡിയോ ട്രിപ്പിന് പോവാണ്. നമ്മൾ ആ ട്രിപ്പിന് പോകുമ്പോൾ നിങ്ങളെയും കൂടി നമ്മൾ കാണുന്ന കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് നമ്മളിപ്പോൾ എയർപോർട്ടിലാണ്, ചെക്കിങ് എല്ലാം കഴിഞ്ഞു, എല്ലാ ഫ്ലൈറ്റിനും കഴിഞ്ഞിട്ടുണ്ട്. വെയിറ്റിംഗ് ആണ് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി. അപ്പം ഇനി ബാക്കി ഫ്ലൈറ്റിൽ കയറിയിട്ട് ഏതൊന്നും പറയും. തനുവിൻ്റെ ബാഗിൽ എന്തൊക്കെയോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ അവൻ നേരെ കൊണ്ട് പറയണം എപ്പോഴാണ് ചെയ്യുന്നത്. ഇവിടെ ഒരാൾ സ്റ്റിക്കേഴ്സ് വെച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മൾ ടിക്കറ്റ്, 4 പേർക്കുള്ള ടിക്കറ്റാണിത്. ഇപ്പം 1 to 10 ആണ് വിളിച്ചേക്കുന്നത്. 10 to 20 ആണ്. നമ്മൾ 10 to 20 ആയതുകൊണ്ട് രണ്ടാമത് അവർ അനൗൺസ് ചെയ്യുമ്പോഴേ നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളെ വിളിച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ആ ക്യൂ ചെറുതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫ്ലൈറ്റ്. ഒരു ഹൈ ബൈ പറഞ്ഞ് പോവാം. ബാഗ് ഇവിടെ കൊടുക്കാം. കണ്ടു, നല്ല വൈബുണ്ട്, നല്ല തണുത്ത് നമ്മൾ ഐസ് പോലെ ഒരുക്കും. അല്ല സോറി, ഐസ് പോലെ അങ്ങനെ ഒരുക്കും, ഐസ് പോലെ. ഇതാണ് ഇവിടെ വേറെ ഫ്ലൈറ്റൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ആ കുരങ്ങനെ കാണുന്നുണ്ടോ? അല്ല സോറി, നിങ്ങൾ ആ ബസ്സിനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്, പറയും കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് സൈഡ് സീറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് തന്നു. ഫ്ലൈറ്റ് ഇതുവരെ എയർപോർട്ടിലെത്തും എന്തായാലും ഉറപ്പായും പറയുന്നത്. സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത എയർപോർട്ടിലെത്തി. നമ്മൾ രാജസ്ഥാൻ അവിടെയാണ് പോകുന്നത്. ഇത് ഹൈദരാബാദ് എയർപോർട്ടാണ്. അവരെല്ലാവരും പോകണം, എന്നെ ഒറ്റയ്ക്കാക്കി. സങ്കടമൊന്നുമില്ല. ചെവി അടഞ്ഞില്ലേ? എനിക്ക് ഫസ്റ്റൊക്കെ ചെവി അടഞ്ഞു. താഴോട്ട് ഇറങ്ങിയപ്പോൾ ചെവി അടഞ്ഞ് ഇങ്ങനെ അങ്ങനെയാക്കുമ്പോഴത്തേക്ക് പക്ഷെ എനിക്ക് അങ്ങനെ പോയില്ല. ഉറങ്ങിയപ്പോഴത്തേക്ക് വേദനിച്ചൊരിതായി. ഇപ്പം ശരിയില്ല. ഇതാണ് ചേച്ചിയുടെ ഔട്ട്ഫിറ്റ്. ഇപ്പം നമ്മൾ രണ്ടാമത്തെ എയർപോർട്ടിലാണ്. ഇപ്പം നമ്മൾ ഹൈദരാബാദിൽ രാജസ്ഥാൻ നമ്മൾ രാജസ്ഥാനിലാണ് പോകുന്നത്. രാജസ്ഥാനിലെ ഒരു സ്ഥലം ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ പോകുന്നത്. വാച്ചിട്ട് നിൽക്കുന്നത് അവിടെ എല്ലാം വെക്കുന്ന ഇതാണ് എല്ലാം ചെയ്ത് പാക്ക് ചെയ്ത്. ഇതാണ് എൻ്റെ ടിക്കറ്റുകൾ. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് ടു ജയ്പൂർ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കുറേ ഉണ്ട്, നല്ല നല്ല ബാഗുകൾ. ഫ്രണ്ട്സ്, ആണ് സ്റ്റാർബക്സ്. വാവ്! ഓ, ഇതെന്തൊരു, ഇത് ലുലുവിലില്ലാത്തൊരു ചായക്കടയാണെന്ന് തോന്നുന്നു. ഇതാണ് കോൺകൂ കഫ്. നല്ല രസമുണ്ട്. മറ്റേ എയർപോർട്ടിനെക്കാട്ടി എത്തിക്കൂടി നമുക്ക് അത്രയും ആ ഒരു സ്ഥലമുണ്ട്. ഒന്നും പോകുന്നുണ്ട്. ഇവിടെ ഒരു ക്രിസ്മസ് സ്പെഷ്യലാണെന്ന് തോന്നുന്നു. ഒരു ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ഉണ്ടാക്കി ലുലുമാളിനകത്ത് കഴിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, മുകളിലത്തെ ഫ്ലോറിൽ ഫണ്ടൂറേന് ചുറ്റും. ആ ഒരു സ്ഥലം കണക്കാണ് ഇവിടെ. ഫുള്ളായിട്ടെല്ലാം കവർ ചെയ്ത് നിൽപ്പുണ്ട്. ഇവിടെ നല്ല നല്ല ചോക്ലേറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങി തരാത്തതുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടു പോവാം എല്ലാം. നമ്മൾ രാവിലെ 4:30 ഇറങ്ങിയതാണ്. പിന്നെ ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും ബാഗൊക്കെ ഇട്ട് ഇറങ്ങുമ്പോൾ ഒരു രസമല്ലേ കാണാൻ. ഫണ്ടൂറയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതും കൂടി വേണമായിരുന്നു ഇവിടെ, എന്നാൽ പൊളിച്ചേനെ. ബാക്കി എല്ലാം ഉണ്ട്. ഇനി ഫണ്ടൂറയും കൂടി പോരെ.
ഡോൾഫിൻ എക്സ്പ്രസ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. നമുക്ക് നോക്കായിരുന്നു. അങ്ങ് അവിടെ നിന്നാണ് ഓർഡർ ചെയ്തത്. അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് സീറ്റ് പിടിച്ചു, ഇവിടെ ഇരുന്നു. അപ്പോഴത്തേക്കും മമ്മി നാണ്ടെ വരുന്നു, അടുത്ത ഇത് കൊണ്ടുവന്നു. അപ്പോൾ തന്നിത് കഴിക്കുകയാണ്. ഇനി ഞാൻ കഴിക്കാൻ പോവുകയാണ്. എന്തോ പോയാന്നെ പോലെ ഇരിക്കുകയാണ്. വീട്ടിലാണെങ്കിൽ അരമണിക്കൂർ 1.25 മണിക്കൂർ കൊണ്ട് കഴിക്കുന്നവൾ ഇന്ന് 10-15 മിനിറ്റിനകം കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിശയം. വീട്ടിൽ ഒരു നേരം പോലും കഴിക്കാത്ത അവൾ ഇപ്പോൾ പറയുന്നു KFC വേണം പോലും. എല്ലാവരും കഴിച്ചു, ഞാനും കഴിച്ചു. ഞാൻ ഫുള്ളായി. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫ്ലൈറ്റിലൊക്കെ അയ്യപ്പന്മാർ പോയിട്ടാണ്. പിന്നെയും വെയിറ്റിങ്ങിലാണ് അടുത്ത ഫ്ലൈറ്റിന് വേണ്ടി. താനെന്തോ അവിടെ നിന്ന് വരുന്നുണ്ട്. അടുത്ത ഫ്ലൈറ്റിലേക്ക് പോകും. താന് ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു കപ്പെടുത്താൽ അവിടെ കിടക്കും. സൈഡ് സീറ്റ് താനും എടുത്തു. ജയ്പൂരിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി ബസ്സിൽ യാത്ര ചെയ്താൽ പോയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ജയ്പൂർ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. ലഗേജിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതുവരെയും വന്നിട്ടില്ല. ഉള്ള കാർ വ്യക്തികളാണ് നിൽക്കുന്നത്. അവരാണ് നമ്മുടെ ലഗേജ് കൊണ്ടുവരുന്ന ആളുകൾ. അതായത് മേരാ മാതാ ആൻഡ് പിതാ. നിങ്ങൾ കണ്ടോ ഗൈസ് അവൾ കാണിക്കുന്നത്? എന്താണ് ഇവിടെ? എന്ത് ഗൈസ്, നമ്മൾ പുറത്തിറച്ചാടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാറ്. നമ്മളപ്പോൾ ഇനി ഇതിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫൈനലി ഇവിടെ എത്തിയിട്ടുണ്ട് ഹോട്ടലിൽ. ഗൈസ്, നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. നമുക്കിന്ന് നേരെ ഉറങ്ങാന്ന് വെച്ചാൽ പറ്റൂല. ഒരു ഫോർട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് നേരെ എന്തായാലും ഫോർട്ടിലേക്ക് തന്നെ പോവാം. നമ്മൾ എന്തോ ഫുൾ ബ്ലോക്കായി, ഇവിടെ ഫുള്ള് ബ്ലോക്കായി കിടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇറങ്ങി നടക്കുകയാണ്. ഒരു വലിയൊരു കയറ്റം കയറണം. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ പിന്നെ നമ്മളിവിടെ ഇങ്ങനെ പോകണം. നമ്മൾ നന്നായി തളരും. അയ്യോ, ലൈറ്റൊക്കെ ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. നമ്മളിങ്ങനെ വരണ വഴിയിൽ നല്ലൊരു ഒരിത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ കുറേ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെയും നമ്മൾ താഴെ കണ്ട സാധനം. അപ്പോൾ ഇതാണ് സ്ഥലം. അയ്യോ, ഞാൻ ചുമച്ചു. ഇത് കൊള്ളാല്ലേ? ഒരു നല്ലൊരു സാധനമാണ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല ഭംഗിയുണ്ട്, തണുപ്പുണ്ട്, വിറയ്ക്കുന്നുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ല. ടിക്കറ്റ് എന്തോ എടുക്കാൻ 5:45 ഉള്ളൂ. ലൈറ്റൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ ഇതൊക്കെ കണ്ടോ, ഈ ഗ്രാനിയിൽ ഇങ്ങനെ ഓരോ പീസ് പിക്ചറൊക്കെ വെക്കുമല്ലോ, അതേപോലെ ഒരു സാധനം. അത് പക്ഷെ അതല്ല, ഒരു പൊളി നല്ല വൈബുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ അവർ വിൽക്കാനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. सामने जो टेंपल आप देख रहे हैं, ये कालिका कालशिला माता टेंपल के नाम से जाना जाता है। राजा मानसिंह जो थे, उन्होंने बंगाल के राजा के साथ 2 युद्ध किए थे। पहले युद्ध में जीतने के बाद में उन्होंने
उनकी कुलदेवी कहलाई जाती है सर। आदमी की बलि दी जाती थी, लेकिन ये प्रथा भी पढ़ने दी जाती है सर, यहाँ पे पाया जाता है। और दूसरी बात कि यहाँ ഇപ്പോൾ ഗൈസ് അതവർ നമ്മളെ ഗൈഡാണത് ഓരോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അവിടെ കൊടുത്തേക്കുന്ന ഒരു കുഞ്ഞു ഗോപുരം, അത് അവിടെ ആ മലേൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞൊക്കെ. നമ്മളിങ്ങനെ അവിടെ നിന്ന് കയറി വരുമ്പോഴത്തേക്ക് നല്ലൊരു വൈബാണ്. നല്ല ഒരു ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും അവിടെ ഫുള്ള് पहले थे मिर्जा राजा सवाई जयसिंह फर्स्ट, दूसरे थे सवाई जयसिंह सेकंड और तीसरे हैं मानसिंह। तो सबसे देख रहे हैं, इसे बोलते हैं जलेब चौक। जलेब चौक, जलेब एक फारसी वर्ड है जिसका मतलब होता है राजा की सेना की परेड की जगह, बांधने की जगह। उसे अस्तबल बोलते हैं। तो अस्तबल बांधने की जगह यूज़ ली जाती थी। आप जो ये पहाड़ के ऊपर देख रहे हैं दीवार, ये वर्ल्ड की तीसरे नंबर की सबसे बड़ी दीवार है। എന്താണ് ഇവിടെ പറയാനുള്ളത് താങ്കൾക്ക്? എന്തൊക്കെയോ പറയുന്നു, പക്ഷെ എനിക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ചുമ്മാ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്, പിന്നെ പോലെ ചേച്ചിനെ പോലെ. പിന്നെ നല്ല രസമുണ്ട്. ക്ലൈമറ്റ് തണുപ്പാണ്, പക്ഷെ എനിക്ക് ഈ തണുപ്പ് സഹിക്കാൻ പറ്റും. ദൂരതോ അവിടെ ഫുൾ മഞ്ഞാണ്, ആ ഒരു ഏരിയ ഫുള്ള്. ഇവിടെ ഉച്ച സമയം ചെറിയൊരു വെയിലുണ്ടായിരുന്നു, അതിന് ശേഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഫുൾ എൻ്റെ കൈയൊക്കെ കുറേ തന്നെ കൈ പിടിച്ചിങ്ങനെ. उससे तैयार किया जाता था। विलेज जो है അപ്പോൾ നിങ്ങളൊരു മമ്മി കുരങ്ങൻ തന്നെ കൈ കയറി പിടിച്ചു. എൻ്റെ കയ്യിൻ്റെ ഇവിടെ എനിക്ക് പേടിയായി. ഒരു കുരങ്ങ് വന്ന് ഇങ്ങനെ പിടിച്ചിട്ട് പോയി, എൻ്റെ ജീവൻ ഫുള്ള് പോയി. പിന്നെ ഇതാണ് രാജാവിൻ്റെ ഗാർഡൻ. ഇതെന്തോആണ്? ഇതാണ് എന്തൊക്കെയോ ഫുള്ള് തിളങ്ങുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. കമന്റ് ചെയ്യുക. ഇതാണ് രാജാവിൻ്റെ പൂന്തോട്ടം. രാജാവ് കഷ്ടപ്പെട്ട് വളർത്തിയതായിരിക്കാം. समर पैलेस में ये उधर भी 2 रानी के लिए 2 रूम बनाए गए, यहाँ भी 2 रानी के लिए 2 रूम बनाए गए थे। ये फर्स्ट रानी का रूम है। अंदर जो चीज़ रखी हुई देख रहे हैं, ये है व्हील चेयर। അപ്പോൾ ഗൈസ് ഇവിടെ എന്തോ ഉണ്ട്, നമുക്ക് ഇതിൻ്റെ ഇടയിൽ തള്ളിക്കാം. എല്ലാത്തിനെയും ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകാം. കുറച്ച് നേരത്തേക്ക് നമ്മൾ RDX മൂഡിലായിരിക്കണം. എല്ലാം പൊപ്പച്ചിനെ കൊണ്ട് എന്താ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങണം. इतना है क्या नाम है? അപ്പോൾ ഫ്രണ്ട്സ് ഒരു ഹിന്ദി ചേട്ടനോ അങ്കിളോ മാമനോ ആരും ചോദിച്ചിട്ടുണ്ട്. ഹിന്ദിയിലാണ് ചോദിച്ചത്, എനിക്ക് പക്ഷേ മനസ്സിലായി എന്താണെന്ന് പറഞ്ഞിടാ. ചാനലിൻ്റെ പേരാണ് ചോദിച്ചത്, അപ്പോൾ ഞാൻ അതങ്ങ് പറഞ്ഞു കൊടുത്തു. എനിക്കും വേണം. കാണാനൊന്നും പറ്റുന്നില്ല ബിക്കോസ് ഓഫ് ലൈറ്റ് നമുക്ക് കിട്ടുന്നില്ല, വളരെ കുറവാണ്. ഇവിടെ വേറൊരു സാധനമുണ്ട്, ഇത് നമുക്ക് നോക്കിയേ ഗൈസ്. അപ്പോൾ നമ്മൾ ഉറങ്ങിയിട്ടില്ല, ഇനി നമുക്ക് ഇഷ്ടം പോലെ പരിപാടികളുണ്ട്. അപ്പോൾ ഇവിടെയാണ്, ഇവിടെ എന്തോ ഒരു സംഭവം, കുറേ ഗ്രില്ലും കിളിക്കൂടാണെന്ന് തോന്നുന്നു ഓരോ ഇതിനകത്തും. ഓ ഇവിടെ എന്തൊരു ആൾക്കാര്, ഇവരെല്ലാവരും എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് അവർക്ക് പോലും അറിഞ്ഞൂടാ.